വലിയ വലിയ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പായുന്ന ആളുകൾ ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങളിലൂടെയാണ് ഈ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കിയത് എന്ന് നമുക്കറിയില്ലേ? ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇൻഫോസിസിൻ്റെ സ്ഥാപകന്മാരിൽ ഒരാളായ എൻ നാരായണമൂർത്തിയുടെ ജീവിതം തന്നെ നമുക്ക് ഒരു ഉദാഹരണമായി എടുക്കാം. ഒരു സംഭവം മാത്രം പറയാം. ഒരു ദിവസം ഡോക്ടർ നാരായണമൂർത്തിയുടെ ഭാര്യ സുധാമൂർത്തിയും ഇൻഫോസിസ് ബോർഡംഗമായ മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള സംഭാഷണം മക്കൾ കേട്ടു. മൂർത്തിയുടെ ജീവിതത്തിൽ ഇൻഫോസിസ് ആണ് നമ്പർ 1. ഈ ബോർഡംഗം സുധാമൂർത്തിയോട് പറഞ്ഞു. അപ്പോൾ 2ാം സ്ഥാനത്ത് മക്കളോ അതോ ഞാനോ? ഭാര്യ ചോദിച്ചു. 2ഉം 3ഉം സ്ഥാനങ്ങളിലും ഇൻഫോസിസ് തന്നെയാണ്. അയാൾ മറുപടി കൊടുത്തു. അമ്മ അയാളെ എതിർക്കുമെന്നാണ് മക്കളായ അക്ഷതയും റോഹനും കരുതിയത്. എന്നാൽ തെല്ലൊരു സങ്കടത്തോടെ അമ്മ സമ്മതിച്ച് തലയാട്ടുന്നതാണ് മക്കൾ കണ്ടത്. വലിയ ത്യാഗങ്ങൾക്ക് പിന്നാലെയാണ് വലിയ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പോക്കുന്നത് എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. സുധാമൂർത്തിയുടെയും മക്കളുടെയും ത്യാഗങ്ങളില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇൻഫോസിസ് എന്ന സ്ഥാപനം ഇത്രയും വലിപ്പത്തിലാകുമായിരുന്നില്ല. വലിയ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ ചലിച്ച എല്ലാവരും തന്നെ വലിയ വലിയ ത്യാഗങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. ചില വലിയ ത്യാഗങ്ങളാണ് വലിയ ലോകങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ഒരു ചിന്തയോടെ കഠിനാധ്വാനത്തിൻ്റെ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഹാർഡ് വർക്ക് ഹാസ് നോ എക്സ്ക്യൂസ്. ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക്, കഠിനാധ്വാനികൾക്ക് മാത്രമേ ജീവിതത്തിൽ വലിയ വലിയ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ.